പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ സായാഹ്നത്തിൽ കർത്താവിനോടൊപ്പം ആയിരിക്കാൻ അവിടെ നിന്ന് അവസരം തന്നു, അവിടത്തോട് പ്രാർത്ഥിക്കാൻ ഈശോ ഒരവസരം തന്നു, ആരാധിക്കാൻ ഒരവസരം തന്നു. എല്ലാറ്റിനും കർത്താവിന് നമുക്ക് നന്ദി പറയാം കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു ദൂത് ഈശോയോടൊപ്പം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയാമോ? ഈ നിസ്സഹായരുടെ ആശ്രയമാണ് നമ്മുടെ കർത്താവ്. നിസ്സഹായരുടെ ആശ്രയമാണ്. ചില ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ നിസ്സഹായരായി പോകാറില്ല, ഹെൽപ്ലെസ് ആവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ വഴികളും ഇങ്ങനെ അടഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ സമ്പത്ത് കൊണ്ടോ ഒന്നും ചെയ്യാൻ, രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? എത്ര വലിയ മനുഷ്യനാണെന്ന് പറഞ്ഞാലും സംടൈംസ് വിൽ ബിക്കം ഹെൽപ്ലെസ്. നമ്മൾ നിസ്സഹായരായിട്ട് മാറും. ആ നിസ്സഹായ അവസ്ഥയിൽ നമ്മളെ സഹായിക്കാനായിട്ട് കർത്താവിന് മാത്രമേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ടല്ലേ വചനം പറയുന്ന സങ്കീർത്തനം 86:1-2 കർത്താവെ ചെവി ചായ്ച്ച് എനിക്ക് ഉത്തരമരുളണമേ, ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ്. എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ, ഞാൻ അങ്ങയുടെ ഭക്തനാണ്. അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ, അങ്ങാണ് എൻ്റെ ദൈവം. തുടക്കത്തിൽ എന്താ പറയണേ? ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണെന്ന്. അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ നിസ്സഹായ അവസ്ഥയിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ അച്ഛൻ പറയാണ്, ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്. ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുമ്പോൾ അവൻ നിസ്സഹായനാ, അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് അവനെ രക്ഷിച്ചേ, വേറെ ആർക്കും അവനെ രക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു. കർത്താവ് സിംഹങ്ങളുടെ വായടച്ചേ. അതേ ദാനിയേൽ പ്രവചനത്തിൽ നബൂഖദ്നേസർ രാജാവ് ശദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ 3 ചെറുപ്പക്കാരെ തീയിലിട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് ഉണ്ടാക്കിയ വിഗ്രഹത്തെ ആരാധിക്കാതെ വന്നപ്പോൾ അവരെ തീയിലേക്ക് എറിഞ്ഞു. ഇവർ ഹെൽപ്ലെസ് ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? കർത്താവ് അവിടുത്തെ ദൂതനെ 4-മനായി അയച്ച് ആ തീച്ചോളിയിൽ നിന്ന് അവരെ രക്ഷിച്ചു. ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകളെ കർത്താവ് രക്ഷിക്കും കേട്ടോ. നീ ഹെൽപ്ലെസ് ആണോ? കർത്താവ് നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ ചാരയുണ്ട്. നീ അവിടുത്തെ ഭക്തനായി അവനെ വിളിച്ചാൽ മാത്രം മതി, അവൻ വരും, നിന്നെ ഈശോ സഹായിക്കും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, നിസ്സഹായരുടെ ആശ്വാസമേ അങ്ങേക്ക് 1000 നന്ദി. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.